ഇത് നോക്കേട്ടാ, നിങ്ങൾ എന്നെ നോക്ക്. ഏത് മുട്ടയാ വലുത്? എന്റെ കയ്യിലുള്ള ഈ മുട്ടയല്ലേ വലുത്? അതെ അതെ. പിന്നെ നാടൻ കോഴി ഇത്രയും വലിയ മുട്ടയിടുമെന്നല്ലേ നിങ്ങളുടെ സംശയം? അതെ. സംശയം എന്താ? ഇങ്ങനെ ഒരു മുട്ടയിട്ട നാടൻ കോഴി ജീവനോടെ ഉണ്ടാവില്ല. എടോ, നിന്നോട് ആരെങ്കിലും ചോദിച്ചോ? കാരണം ഞാൻ അത്രയും തീറ്റ കൊടുക്കുന്നുണ്ട്. ഞാൻ പോലും മര്യാദയ്ക്ക് കഴിക്കുന്നില്ല. അത് ശരിയാ, കണ്ടാ തന്നെ അറിയാം. അങ്ങേര് തരുന്നതിനേക്കാൾ 50 പൈസ കുറച്ച് ഞാൻ തരാം. അതെയോ? അപ്പൊ ഒരു 20 ട്രേതാ. ചേട്ടാ, പുതിയൊരു പെണ്ണ് വന്നപ്പോഴേക്കും ചേട്ടൻ നമ്മുടെ കച്ചവടം കുറയ്ക്കില്ലട്ടാ. എനിക്കെന്തോ ആ മുട്ട കണ്ടിട്ട് ശരിക്കും നാടൻ കോഴിയുടെ മുട്ടയാണെന്ന് തോന്നുന്നു. എടോ, എന്ത് കണ്ടിട്ട് താൻ അങ്ങനെ പറയുന്നത്? എന്നാലേ ഓരോ മുട്ടയും നമുക്ക് പൊട്ടിച്ചു നോക്കാം. ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതെന്ന് കണ്ടുപിടിക്കാം. എന്താ? എന്റെ പൊന്നു മോളെ, എന്തിനാ ഈ കടയുടെ മുമ്പിൽ കിടന്ന് രാവിലെ ബഹളം വെക്കുന്നേ? നീ തന്നെ കൊണ്ടുപോവാ മോളെ. ഒന്ന് പോടാ. ഒരു പെണ്ണിനെ കണ്ടപ്പോഴേക്കും എല്ലാം മറന്നു. അച്ഛനും മോനും ഒരു സ്വഭാവം. മര്യാദക്ക് സംസാരിക്കണം കേട്ടോ. നിനക്ക് മര്യാദ. ആ പെണ്ണ് നിനക്ക് മുട്ടയല്ലട തരുന്നത്, നിന്റെ കച്ചവടത്തിനുള്ള. കാണാം. നീ താ മോളെ, എടുത്തോണ്ട് വാ. നല്ല വലിപ്പമുള്ള മുട്ടയാ. ഈ മുട്ട നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം. ചേട്ടാ, നിനക്കൊന്നും വിവരമില്ലേ? അയ്യോ, ഇവളെ വിശ്വസിച്ച് മറ്റേ കച്ചവടവും പോയി. എന്താടാ മോനെ, അച്ഛന്റെ കാലം തുടങ്ങി നമ്മൾ നടത്തുന്നതല്ലേ, ഇതിനൊക്കെ ദേഷ്യപ്പെടാമോ? ആരാന്ന് പോലും എനിക്കറിയില്ല. നീ വേഗം മുട്ട കൊണ്ടുപോടാ. പറയുന്നൊന്ന് കേൾക്കാൻ പോലുള്ള മനസ്സ് കാണിക്കാതെ പോകുന്ന പോക്കണ്ടില്ലേ? വൈകുന്നേരം വരുമ്പോ കൊണ്ടുവരാനേ. എന്തൊരു പോക്കായും പോകുന്നേ. ബോർഡ് വെച്ചിരിക്കുന്നുണ്ടല്ലേ, എങ്ങോട്ടായി പോകുന്നേ? അവനെ വിട്ടിട്ട് എന്നെ എന്തിനാ പിടിച്ചത്? എന്റെ മോളെ, എന്റെ കൈ കിട്ടുന്നവരല്ലേ എനിക്ക് പിടിക്കാൻ പറ്റൂ. അത് ശരി തന്നെയാ. ഒറ്റ മിനിറ്റ്. അല്ലെ, എന്താ ഉദ്ദേശം? എടോ, കല്ല് വിട്ടേത്തി മറ്റോണ്ട് തന്നെ മുഖത്തേക്ക് എറിഞ്ഞത്. മുട്ടയല്ലേ? മുഖം തുടച്ചിട്ട് പോവാൻ നോക്ക്. താങ്ക് യു വെരി മച്ച്. ആരാ നിങ്ങള്? സ്വാമിയപ്പൻ സാറിനെ ഒന്ന് കാണണം. മുട്ട മാലതെന്ന് പറഞ്ഞ അറിയും. ക്യാൻറ്റീനിൽ മുട്ട സപ്ലൈ ചെയ്യുന്ന കാര്യം ഫോണിൽ സംസാരിച്ചായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടാ നേരിട്ട് വന്നത്. കോപ്പി ദിസ്. മഞ്ഞ 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 ബൾബുകൾ മിന്നി 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 കത്തുമ്പോൾ. സർ, എക്സ്ക്യൂസ് മീ. യെസ്, മുട്ടമാലതി. എന്റെ മുഖം വൃത്തികേട മുഖം കണ്ടിട്ട് മുട്ടബജി പോലെയുണ്ടോ? അതിനേക്കാൾ മോശമാണോ? അയ്യോ, നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ എന്റെ മുഖത്ത് മുട്ട എറിഞ്ഞിട്ട് എന്റെ കോളേജിൽ വന്ന് എന്നോട് മുട്ടയ്ക്ക് ഓർഡർ ചോദിക്കുന്നു? വേറെ ആരോട് ചോദിക്കണേ സർ? അങ്ങ് പോകുന്നാണ്ടില്ലേ? അങ്ങേരോടോ? ഈ കോമഡി ഒന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല. നീ തലകുത്തി നിന്നാലും നിനക്ക് ഇവിടുന്ന് ഓർഡർ കിട്ടില്ല. സാർ, ഈ നാടൻ കോഴിയുടെ മുട്ട പച്ചയ്ക്ക് കഴിച്ചാലേ ഗുണം കിട്ടുക. സത്യം. അതുകൊണ്ട് സാറിന്റെ വയലേക്ക് എറിഞ്ഞു തന്നത്. അതുകൊണ്ട് സാറിന് മുഴുവൻ എനർജി ആയിരിക്കും. സർ, പ്ലീസ് സർ. ഏത് ക്ലാസ്സിലാ മോളെ? ആരെ കാണണ്ടേ? ആരെ കാണണെന്നോ? എനിക്ക് നഷ്ടം 4500 രൂപയാ. ഏയ്, 4500 രൂപയെന്ന് പറഞ്ഞു കേട്ടില്ലേ? ഞാൻ ഇവിടുത്തെ പ്രൊഫസറാ, അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല. നീ കാരണം എനിക്ക് വന്ന നഷ്ടത്തെ കുറിച്ച് പറഞ്ഞപ്പോ നീ എന്നെ പരിഹസിക്കാണോ? എന്റെ ഫോൺ പിടിക്ക്. പണം മുഴുവൻ തന്നിട്ട് ഫോൺ വാങ്ങിച്ചോ. എന്താടാ ഈ പറയുന്നത്? ഒരു പെണ്ണ് നിന്നെ അടിച്ചെന്നോ? സാമ്പാർ വേണ്ട, മട്ടൻ മതി, ചിക്കൻ മതി എന്ന് പറയാൻ നിനക്ക് നാവുണ്ടല്ലോ. അവളെ തിരിച്ചടിക്കാൻ നിന്റെ കൈ എവിടെ പോയി? അതൊരു പാവം പെണ്ണ. ഞാൻ കാരണം അവൾക്ക് നഷ്ടം സംഭവിച്ചതുപോലും എന്റെ ഭാഗത്ത് തെറ്റുണ്ടമ്മ. എന്നെ പോലത്തെ ആരും ഒരുത്തൻ അവളെ. ഇനി അവനായിരിക്കോ? അവൻ തന്നെയാ. അവൻ ചെയ്ത കാര്യത്തിന് നിനക്ക് തല്ല് കിട്ടിയത്. നീ ഒരു കാര്യം ചെയ്, അവളുടെ വീട്ടിൽ പോയി അത് ഞാനല്ല എന്റെ ചേട്ടനാന്ന് പറഞ്ഞ് കിട്ടിന് പകരം കൊടുത്തിട്ട് വാ. നീ എന്നാലും നിനക്ക് ചോറ്. എങ്ങോട്ടാ പോന്നെ? ഇങ്ങോട്ട് വാടാ.
വരാൻ ഞാൻ പറഞ്ഞ എന്താ വാ ഇങ്ങോട്ട് പോ. അവന്റെ ഒരു സാമട്ട് കണ്ടില്ലേ? സാധാരണ കോഴിമുട്ട ഇങ്ങനെ തേയിലവെള്ളത്തിൽ മുക്കിയെടുത്താ എല്ലാവരും വഞ്ചിക്കപ്പെടും. ഗുണമേറിയ നാടൻ മുട്ട തയ്യാർ. എങ്ങനെയുണ്ട് മുത്തശ്ശി? അടിപൊളി. മുട്ടമാലതി എന്ന് പറഞ്ഞാൽ ആരാന്നാ വിചാരിച്ചേ? മുട്ടയ്ക്ക് കുപ്പായി ഇടുന്നവളല്ലേ? ഒരുത്തനും കണ്ടുപിടിക്കാനാവില്ല. നാടൻ മുട്ട തോറ്റുപോകും ഇതിന്റെ മുമ്പില്. എടി മഹാഭാവി, ബ്രോയിലർ മുട്ടയൊക്കെ തേയില വെള്ളത്തിൽ മുക്കി നീ നാടൻ മുട്ടയെന്ന് പറഞ്ഞു വെക്കുക. ഹേയ്, നീ എങ്ങനെ എന്റെ ഫാക്ടറിക്കുള്ളിൽ എത്തിയത്? നിന്റെ മുട്ട തേയില വെള്ളം കുടിക്കുമ്പോഴേ എത്തി. ഇങ്ങനെയാണല്ലേ നീ നാട്ടുകാരെ പറ്റിക്കുന്നത്? അതെ, അതിനിപ്പോ എന്താ? നാട്ടുകാരോട് പോയി പറയോ? പോയി പറയ്. എന്നാ നീ എനിക്ക് തരാനുള്ള 4500 രൂപ തന്നിട്ട് പോയി പറഞ്ഞു. ഞാൻ നിനക്ക് കാശ് തരാൻ വേണ്ടി വന്നൊന്നുമല്ല. എന്റെ ഫോൺ തിരിച്ചു വാങ്ങിയിട്ട് നീ തന്നത് ഞാൻ തിരിച്ചു തരാൻ വേണ്ടി വന്നത്. ആ, ഈ മാലതയുടെ നേരെ നീ കൈ ഓങ്ങുമല്ലേ? എന്നാ അടിക്കടാ, അടിക്ക്, അടിക്ക്, അടിക്കടാ. എടാന്നോ? അതേടാ. അതിനെന്താടാ ഇപ്പോ? എന്റെ മുട്ടയെല്ലാം പൊട്ടിച്ചതും പോരാഞ്ഞ് കോളേജിൽ എനിക്ക് കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്ന ഓർഡറും നീ നശിപ്പിച്ചു. എല്ലാത്തിനും നീയാ കാരണം. നിന്നെ എടാ പോടാന്ന് മാത്രല്ല, നല്ല പച്ച തെറിയും വിളിക്കും. ഇപ്പൊ മനസ്സിലായില്ലേ? മര്യാദയ്ക്ക് പണം തന്നിട്ട് ഫോൺ വാങ്ങിച്ചോണ്ട് പൊയ്ക്കോ. നാളെ എന്റെ വീട്ടിലേക്ക് വന്നാ നിന്റെ കാശ് തരാം. നിന്റെ വീടെന്താ വിക്ടോറിയ പാലസ് ആണോ? അഡ്രസ് പറ, ഞാൻ വരാം. അടിച്ചോടാ. അടിച്ചമ്മേ. കരണത്താണോ അടിച്ചത്? ആ, കാരണം കുറ്റിക്ക് എന്നെ അടിച്ചമ്മേ. സത്യമായിട്ട് അടിച്ചോടാ. ആ, സത്യമായിട്ട് എന്നെ അടിച്ചമ്മേ. പോടാ, നീയല്ലേ അടിക്കുന്ന ആള്. അമ്മേ അമ്മേ അമ്മേ, ഞാൻ പെൺകുട്ടികൾ എങ്ങനെ അമ്മ അടിക്കുന്നത്? ഇറ്റ്സ് നോട്ട് റൈറ്റ്. ഞാൻ അവൾക്ക് അഡ്രസ്സ് കൊടുത്തിട്ട് അവളെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞിരിക്കുക. എന്താടാ അടിക്കാൻ പറഞ്ഞ അഡ്രസ്സും കൊടുത്തിട്ട് വരികയാണ്? അമ്മ നോക്കിക്കോ, നാളെ കാണാം. അമ്മേ അമ്മേ അമ്മേ, എന്തുവാടാ ബെല്ലടിക്കുന്ന കേട്ടില്ലേ? അതാ പെണ്ണായിരിക്കും. ചേട്ടനകത്തുണ്ടല്ലോ. പോകാനൊരുങ്ങ. ആ, അപ്പൊ ടൈമിംഗ് കറക്റ്റ് ആയിരിക്കും. യു വെയിറ്റ് ഹിയർ, സീ ദേർ. നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കണ്ട കേട്ടാ. ഞാൻ പുള്ളിയോട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ വന്ന് ക്ലിയർ ചെയ്ത് തരാം. ഈ സമയത്താരാ വാതിലടച്ചിട്ടിരിക്കുന്നത്? അയ്യോ, ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും താടിയോ? എന്താ വേണ്ടേ? വരാൻ പറഞ്ഞില്ലേ, പണം എടുക്ക. ഏത് പണം? ഓ, നിനക്ക് ഓരോ തവണ ലിസ്റ്റ് ഇട്ട് ആദ്യം മുതൽ പറഞ്ഞു തരണമെന്നാണോ? ഇന്നലെ ആടി കിട്ടിയത് ഓർമ്മയില്ലേ? അടിച്ചെന്നോ? ആ, ആ, അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? പ്രേതത്തെ കണ്ട പോലെ നിന്നു. ഇന്ന് പണം തരാം, എന്നിട്ട് ഫോൺ പണം തരാം. ഫോൺ എടുത്തോണ്ട് ഈ അഡ്രസ്സിൽ വരാൻ നിങ്ങളല്ലേ എന്നോട് പറഞ്ഞതെന്നല്ലേ? നീ അന്വേഷിക്കുന്ന ആളാകത്തുണ്ട്. അകത്തോ? വേദനിക്കുന്നുണ്ടോ മോളെ? ഇതിനെല്ലാം കാരണം നിങ്ങളൊന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ഒരു മുട്ടയ്ക്കകത്ത് 2 ഉണ്ണി. നീ അമ്മയെ മുട്ടേന്ന് വിളിക്കുന്നു. സോറി, പാവാ നിങ്ങളെ ഞാൻ അടിച്ചില്ലേ? അത് സാറില്ല. പകരം ചേട്ടനെ തുറന്നും കിട്ടിയില്ലേ? അടിച്ചവനെ വിശ്വസിക്കെങ്കിലും ചെയ്യാം. ഇവൻ വെറുതെയാ. എന്താ ഇത്? എന്റെ മോൻ ചെയ്ത തെറ്റിന് നീ എന്തിനാ മോളെ നഷ്ടം സഹിക്കുന്നത്? നാളെ വന്നാൽ നിനക്ക് പൈസ തരാം. ശരി ആന്റി. എന്റെ ഫോണായിരിക്കും. അതെ, രാത്രി മുഴുവൻ അടിക്കുന്നുണ്ടായിരുന്നു. രാവിലെ വേണമെന്ന് പറഞ്ഞ ഒരാൾ 5 തവണ വിളിച്ചു. അയ്യോ, എന്റെ HOD അനാവശ്യമൊന്നും പറഞ്ഞില്ലല്ലോ. ചേച്ചേ, നിനക്കൊരു മര്യാദയില്ലേ? ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കാതെ ഫോൺ വെക്കടാന്ന് സോഫ്റ്റ് ആയിട്ട് പറഞ്ഞു. ഇതാ, മറ്റുള്ളവരെ ഒരു മുതലും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. ഇതാ നിങ്ങളുടെ സിം കാർഡ്. വേറെ ഫോണിലിട്ട് സംസാരിച്ചോ. ഇത്രയും പരിചയ സ്ഥിതിക്ക് വിശ്വാസമല്ലേ പ്രധാനം? ഒന്നുകൂടെ കിട്ടേണ്ടതാ. നാളെ പണം കൊണ്ട് തന്നിട്ട് മറക്കാതെ ഫോൺ വാങ്ങിച്ചോളൂ കേട്ടോ. വരട്ടെ ആന്റി, വരട്ടെ. ടാറ്റാ, ബൈ. മഞ്ഞ 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 ബൾബുകൾ. ഭയങ്കര സാധനമാണല്ലോടാ ഇത്. നല്ല ടാലന്റ് ഉള്ള കുട്ടിയല്ലേ അമ്മേ? ഏ? ആ,